ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് 2 തെങ്ങും തൈ നടാനുള്ള കാര്യങ്ങളാണ്. ഇന്ന് ജൂലൈ 5. ഇപ്പോൾ ഏത് സാധനം നടാനും പറ്റിയ സമയമാണ്. നമ്മൾ കർക്കിടക മാസം ആണതിന് മുമ്പ് എല്ലാം നടാനുള്ളത് നട്ടണം. കർക്കിടക മാസത്തിൽ ഒന്നും നടാൻ അനുയോജ്യമായ സമയമല്ല. നല്ല കടവണ്ണമൊക്കെയുള്ള തെങ്ങും തൈ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കുമ്പോൾ കടവണ്ണം കൂടിയ തെങ്ങും തൈ വേണം നടാനായിട്ട്. ഇത് ശരി നാടൻ വെറൈറ്റിയാണ് കുറ്റ്യാടി. എൻ്റെ അഭിപ്രായത്തിൽ നാടൻ തെങ്ങുകൾ വയ്ക്കുവാണ് കുറച്ചൊക്കെ കീടരോഗങ്ങളിൽ നിന്നും ഒക്കെ കുറവുള്ളത്. നമ്മൾ ഈ പുതിയ തരം കുള്ളൻ തൈകളൊക്കെ കേട് കൂടുതലായിട്ട് കാണുന്നതാണ് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുള്ളത്. പിന്നെ ചില്ലിയാട് ഉപദ്രവം ഏത് തെങ്ങിനായാലും ഉണ്ട്. അത് നമ്മൾ എന്നും നോക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. പണ്ടൊക്കെ തെങ്ങ് നട്ടുകൊണ്ടിരുന്നത് 1 മീറ്റർ സമയതരത്തിലൊരു കുഴി കുത്തും. അതിനുശേഷം ഒരു 2 അടി ചരൽ ഇടും ആദ്യം. ആ ചരലിന് മുകളിൽ തെങ്ങ് വയ്ക്കും. ചരലിന് മുകളിൽ തെങ്ങ് വെച്ചിട്ട് കുറച്ച് പുഴുപ്പടി വിതറും. അതിനുശേഷം വീണ്ടും ഒരു 2 അടി 3 അടി ചരൽ ഇടും. അതിനുശേഷം ഒരു 3 കുറ്റി അടിച്ച് അതിൽ തേങ്ങ മൂടുന്ന രീതിയിൽ ചരലിട്ടിട്ട് 3 കുറ്റി അടിച്ച് അതിൽ നന്നായിട്ട് മുറുക്കെ കെട്ടി വയ്ക്കും. കുറച്ചും പുഴുപ്പൊടി മേലെ ഇടും. എന്നിട്ട് മുകളിൽ കുറച്ച് ചാണകപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇടും. ഇത്രയുള്ളായിരുന്നു പണ്ട് തെങ്ങ് വയ്ക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വേരൊക്കെ പിടിച്ചു കഴിഞ്ഞ് പിന്നെ ചാണകപ്പൊടിയും ചവറുമൊക്കെ ഇടും, ചാരയിടും. ഇതൊക്കെയാണ് കൂടുതലായിട്ട്. രാസവളമൊന്നും അന്ന് പണ്ടങ്ങനെ ചെയ്യാറില്ല. ചവറ് നന്നായിട്ട് ആഞ്ഞിലിയുടെ ചവറ്, മരുതിൻ്റെ ചവറൊക്കെ തെങ്ങിന് നല്ലതാണ്. അന്ന് അതൊക്കെയാണ് കൂടുതലും ഇടുന്നത്. ഇന്നിപ്പം ഞാൻ ചെയ്യുന്നത് ഒരു 3/4 മീറ്റർ കുഴിയെടുക്കും. 3/4 മീറ്റർ കുഴിയെടുത്തിട്ട് ഒരു കുറച്ച് മേൽമണ്ണും ചാണകവും കൂടെ ഇട്ട് ഇളക്കി അതൊരു 1/2 മീറ്റർ 1/4 മീറ്റർ നികത്തും. പിന്നെ അന്നേരം 1/2 മീറ്റർ ആവും. അതിൽ തേങ്ങ വെച്ചിട്ട് തേങ്ങ മൂടുന്ന രീതിയിൽ മണ്ണിട്ട് ഉറപ്പിക്കും. അതിനുശേഷം ശകലം ഒരു 2-3 പിടി ഉലുവ നല്ലതാണ്. ദീർഘനാളത്തേക്കല്ല, കുറച്ച് നാളത്തേക്ക് കീടങ്ങളുടെയൊക്കെ ശല്യം അകറ്റാൻ വേണ്ടി ഒരു 2 നുള്ളു 3 നുള്ളു ഉലുവ ഇടും. ഒരു 150-200 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും ചുറ്റിനും ഇടും. അതിനുശേഷം 2 കുറ്റി അടിച്ച് നിർത്തി ബലമായിട്ട് കെട്ടി വയ്ക്കും. അതിനുശേഷം ഒരു 2 മാസം കഴിയുമ്പോഴത്തേനും വേരെല്ലാം നന്നായിട്ട് പിടിച്ച് കഴിയുമ്പം നമുക്ക് പിന്നെ ഇഷ്ടമുള്ള വളങ്ങൾ ചെയ്യാം. അതായത് കോഴിക്കാഷ്ടോ ചാണകപ്പൊടിയോ വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടിയോ അതൊക്കെ അവനവൻ്റെ സാമ്പത്തികം അനുസരിച്ച് രാസവളമോ ഒക്കെ ചെയ്യാം. വേനൊക്കെ നനയ്ക്കുക എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നനയ്ക്കാനൊക്കെ സൗകര്യം ഇല്ലെങ്കിൽ ചവിട്ടി നന്നായിട്ട് പൊതയൊക്കെ ഇട്ട് പരിപാലിച്ച് നിർത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ഗുഡ് ബൈ.